മൂവാറ്റുപുഴ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വി.ഡി. സതീശന് അനുകൂലമായി വലിയ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിലും ടൗൺ യു.പി. സ്കൂളിന് മുൻവശത്തുമാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വി.ഡി. സതീശനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് ഫ്ലക്സിലുടനീളം കാണുന്നത്. വി.ഡി. സതീശന് അനുകൂലമായി വീണ്ടും മൂവാറ്റുപുഴ നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ ടൗൺ യു.പി. സ്കൂളിന് മുൻവശത്തും വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിലുമാണ് വലിയ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വി.ഡി. സതീശനെ അനുകൂലിച്ച് വി.ഡി. സതീശൻ ചെയ്ത 5 പ്രവർത്തനങ്ങൾ നമ്പറുകൾ സഹിതമിട്ടാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വി.എസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലുണ്ടായ സാഹചര്യം ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞാണ് ഫ്ലക്സ് ബോർഡിന്റെ ഉള്ളടക്കം. വി.ഡി. സതീശന്റെ വലിയ ഫോട്ടോയും ഫ്ലക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യു.ഡി.എഫിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച നേതാവിന്റെ പേരെന്ത്? ഉത്തരം വി.ഡി. സതീശൻ എന്നിങ്ങനെയാണ് ഓരോ നമ്പറുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരവും ഫ്ലക്സ് ബോർഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ മണിയംകുളം കവലയിൽ വി.ഡി. സതീശന് അനുകൂലമായി ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്നും നീക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം വി.ഡി. സതീശനെതിരായി നഗരത്തിലുടനീളം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വി.ഡി. സതീശനെ അനുകൂലിച്ച് മൂവാറ്റുപുഴയിൽ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിൽ ഫ്ലക്സ് ബോർഡ് യുദ്ധം തുടരുകയാണ്.